ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഫാസിസത്തെ ചെറുക്കാൻ തൊഴിലാളികളുടെ ഐക്യത്തിനെ കഴിയൂവെന്ന് FITU സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ. FITU സംസ്ഥാന നേതൃപരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FITU സംസ്ഥാന നേതൃപരിശീലന ക്യാമ്പ് തൃശൂരിൽ വെച്ചാണ് നടന്നത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന മുരടിപ്പും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മറക്കാൻ വംശീയമായ വേർതിരിവ് ഉണ്ടാക്കുകയാണെന്നും ഇതിനെ ചെറുക്കാൻ ലോകത്തെ എല്ലാ മാറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കേ കഴിയൂവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഭൂമി കഴിഞ്ഞാൽ പിന്നീട് വഖഫ് ഭൂമിയാണ്. മുസ്ലിങ്ങളുടെ കൈവശമുള്ള അവർ പ്രത്യേക സാഹചര്യത്തിൽ ദാനം ചെയ്തിട്ടുള്ള, അവർ മാറ്റിവെച്ചിട്ടുള്ള, പല പ്രകാരത്തിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ഭൂമിയാണ് സർക്കാരിന്റെ ഭൂമി കഴിഞ്ഞാൽ അതിലധികം പിന്നീടുള്ളത് എന്നതാണ് ഇതുവരെ നമ്മുടെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ അതല്ലെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭൂമിയുടെ കണക്കെത്രയാണോ അതിനേക്കാൾ 200 ഇരട്ടിയിലധികം ഭൂമി കാത്തലിക് സംവിധാനത്തിന്റെ കയ്യിൽ ബ്രിട്ടീഷ് ഇന്ത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കണക്കുകളടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സാമൂഹ്യ വിഭാഗങ്ങളെ ഇല്ലാതെ ചെയ്യാൻ പലതരത്തിൽ അപരവൽക്കരണം നടത്തി വംശീയമായ വിദ്വേഷമുണ്ടാക്കി വംശീയമായി ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാൻ സംഘടിതമായി ഈ പറയപ്പെടുന്ന സംഘപരിവാര ശക്തികൾ നീങ്ങുമ്പോൾ പിന്നീട് അവർ കൊണ്ടുവന്നത് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട അതിന്റെ നിർണയത്തെ, അതിന്റെ സാക്ഷരയെ, നിലനിൽക്കുന്നതിന്റെ അവസ്ഥയെ അവസാനിപ്പിച്ചുകൊണ്ട് അതിന്റെ നിയമത്തിൽ ആ നിയമനിർമ്മാണത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അത് പിടിച്ചെടുക്കാൻ മുസ്ലിങ്ങളുടെ വിദ്യാലയ സ്ഥാപനങ്ങൾ, മുസ്ലിങ്ങളുടെ പാഠശാലകൾ, അവന്റെ മോസ്കുകൾ അടങ്ങുന്ന ഭൗതികമായ സ്വത്തുകൾ RSS കൈവശപ്പെടുത്താനുള്ള ഗുരുതരമായ നീക്കമാണ് ഈ വഖഫ് ബില്ല് ഭേദഗതി നടത്തിക്കൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത്. FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് നിസാർ, ഹംസ എളനാട്, സരസ്വതി, മെഹറുൻ നിസ, മുഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.